ബോഡി കണ്ട് ഇത്രയും നേരമായിട്ടും തനിക്കൊന്ന് അറ്റൻഡ് ചെയ്തുകൂടായിരുന്നു? സാർ അത് സാർ അവന്റെ ഡീറ്റെയിൽസ് വേറെ വല്ലതും കിട്ടുമോ ചെക്ക് ചെയ്യുക. സാർ. ചെറിയ ചേട്ടാ, വേണ്ട. ഇനിയത് മുന്നോട്ട് പോയാൽ പിന്നെ തിരുത്താൻ പറ്റാത്ത ചതിയാവും. ഒരു കൂടപ്പറപ്പിനേക്കാൾ സ്നേഹം എനിക്ക് തന്നവനാ ഉത്തമൻ. അവൻ അപകടത്തിൽപ്പെടരുത്. ഇപ്പോ ഇവിടെ SP-യുടെ മുമ്പിൽ എല്ലാ സത്യവും തുറന്നു പറഞ്ഞ് ഞാൻ സറണ്ടർ ആവുന്നാവും ശരി. എന്താ ഈ പറയണേ? അല്ലെങ്കിൽ അവനും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് വെച്ച് ബുദ്ധിമോശം കാണിക്കരുത്. നിങ്ങൾ തള്ളയും മോളും അറിയാതെ ഉത്തമൻ എങ്ങും പോവില്ലെന്നാണല്ലോ കേട്ടത്. എവിടെ ഉണ്ടവൻ? എന്തുണ്ടെങ്കിലും ഞങ്ങൾ അറിയേണ്ടത്. പക്ഷെ ഇങ്ങനൊരു കാര്യം കുറച്ചു നേരത്തെ ഓടിപ്പിടിച്ചതിലേ വന്നെന്ന് പറയുന്നത് കേട്ടു. എന്നിട്ട് അപ്പൊ തന്നെ പോകുന്നതും കണ്ടത്രേ. സത്യം പറ, നിങ്ങൾ അവന്ന് കണ്ടില്ലേ? ഇല്ല. നീ കണ്ടോടി? എവിടെ പോകുന്നു പറഞ്ഞോൻ? പറഞ്ഞോന്ന്. അവനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കുക. ഒരു കൊല ചെയ്തവനവൻ, മനസ്സിലായോ? എന്നാലും പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞല്ലോ അവൻ. നിങ്ങൾ പറഞ്ഞിരുന്ന ഉത്തമനോട് കൊല്ലാൻ? തമാശ കളാ. അന്ന് അവർ തമ്മിൽ അടി ഉണ്ടാക്കിയപ്പോ അവൻ പറഞ്ഞത് കേട്ടതല്ലേ കൊന്നുകളയൊന്ന്. എന്തായാലും ഒരു ആപത്ത് നാട് നീങ്ങുന്ന വിചാരിച്ചാ മതി. ആ പയ്യന്റെ ജന്മം പാഴായി. കോടതിയും കേസൊന്നല്ല പ്രശ്നം. ആ പുലിമുറ്റത്ത് സണ്ണി വെറുതെ ഇരിക്കുവോ? പുല്ലൂരാങ്കുന്നിലെ ഓരോരുത്തരോടായിട്ട് പറയാ, എന്റെ അലക്സി മോനെ കൊന്ന് കെട്ടിത്താത്തിയ പന്ന കഴിവരുടെ മോനെ സഹായിക്കാനോ ഒളിപ്പിക്കാനോ ഏതെങ്കിലും നായിന്റെ മോൻ മുതിർന്ന അവന്റെ തല ഈ അങ്ങാടിയിലുള്ളും. എന്റെ അലക്സി മോൻ ചത്ത ഒരാപത്ത് നാട് നീങ്ങിന്ന് വിചാരിക്കണ ഒരു പുല്ലനും ഈ അങ്ങാടി വേണ്ട. മനസ്സിലാണോ? ഈ ചന്തയിലിട്ട് ഉത്തമൻ എന്റെ അലക്സി മോൻ അടിച്ചു, കൊല വിളിച്ചു. എന്നിട്ടും കയ്യും കെട്ടി നോക്കി നിന്ന പുലിമുറ്റത്തെ ഉപ്പും ചോറും തന്നിട്ടുള്ള പുല്ലൂരാങ്കുന്നിലെ സർവേരപ്പാളുകളോടും കൂടി പറയുകയാണ്, ഉത്തമന് വായിക്കേറിയിടാൻ ഒരു പിടി അരി എടുത്ത് പിടിച്ചോ. ആ ശവത്തിന്റെ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടോടാ നിന്നെ? വാ, അകത്തേക്ക് വാ. വേണ്ട, ഇപ്പൊ അമ്മ എന്നെ കാണണ്ട. എനിക്കും അതിന് കഴിയില്ല. പുലരുന്നതിന് മുമ്പ് ഒരുപാട് ദൂരം തിരിച്ചു നടക്കാനുള്ളതാ. എവിടെയായിരുന്നു നീ? വടക്കമ്മല കയറി. ഈശ്വര, സാരമില്ല
പറ്റിപ്പോയ തെറ്റിന് നിയമം തന്നേക്കാവുന്ന ശിക്ഷ അനുഭവിച്ച് തീർക്കുന്നതിനേക്കാൾ വലിയ വേദനയാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ജയിലേക്ക് ജയിൽ. എന്റെ മനസ്സ് തയ്യാറെടുത്ത് കഴിഞ്ഞു. പാടില്ല. അറിയാതെ പറ്റിപ്പോയ ഒരു കയ്യബദ്ധത്തിന്റെ പേരില് ഒരുപാട് മനുഷ്യരുടെ ആശകളും സ്വപ്നങ്ങളും ഒക്കെ തകർത്ത്. പാടില്ല. ആ തൊപ്പി ആ തലേ തന്നെ ഇരിക്കണം. മോനൊരു വലിയ പോലീസ് ഓഫീസർ ആകണമെന്ന് ആഗ്രഹിച്ചൊരു അച്ഛൻ, ആ അച്ഛന്റെ മകൻ ഒരു കൊലയാളിയായിട്ട് ജയിലിൽ പോവാനോ? ഇതൊക്കെ കാണാനും കേൾക്കാനും നമ്മുടെ അമ്മ ജീവിച്ചിരിക്കും തോന്നുന്നുണ്ടോ? സർവ്വ സ്വപ്നങ്ങളും തകർന്ന് എന്നോ ജയിൽ ശിക്ഷ കഴിഞ്ഞു വരുന്ന ഭർത്താവിനെ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു ശപിക്കപ്പെട്ട ജന്മമാക്കി തീർക്കണോ ദേവികയുടേത്? നിന്നെ കുരുതി കൊടുത്ത് എല്ലാം ഒളിച്ചു വെച്ച് കാക്കിക്കുപ്പായിട്ട് എനിക്കൊരു സുഖജീവിതം വേണ്ട. വേണ്ട. കൊന്നത് നിങ്ങളാണെന്ന് വെളിപ്പെടുത്തുമെങ്കിൽ ബാക്കിയെല്ലാം ചെയ്ത് ഞാന്. നമുക്ക് ഒരുമിച്ച് ജയിലിൽ പോവാം. എന്നിട്ട് വേണം ആരോരുമില്ലാത്ത നമ്മുടെ കുടുംബത്തിൽ കയറി ആ സണ്ണി നേരകനാൻ നായാട്ട് നടത്താൻ. പുലിമുറ്റത്ത് അലക്സി തോമസിനെ കൊന്നത് ഞാനാ. ഉത്തമ. ആ അതെ, ഉത്തമൻ കൊന്നു. ഞാനാ കൊന്നത്. ഒന്ന് എന്തിനാണെന്ന് പറയടാ. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഒന്നത് എന്തിനാന്ന് പറയടാ. പറയടാ. എന്തിനാന്ന് പറയടാ. പറയടാ. പറയാനാ പറഞ്ഞത്. കുറ്റം സമ്മതിച്ചല്ലോ, പിന്നെ എന്തിനാ ഈ ക്രൂരത? ഈസ് ഇറ്റ് ഒഫീഷ്യൽ ഓർ പേഴ്സണൽ? താനിവിടത്തെ എസ് ഐ. ഈ വികാര പ്രകടനം ഒഫീഷ്യലോ അതോ പേഴ്സണലോ? ഐ എം സോറി സർ. ആരെ നിക്കണോ? പിന്നെ എന്തിനാ കൊന്നത്? പറയടാ. പറയാൻ പറയില്ലേ? പറയടാ. രാവിലെ കയറി വന്ന് കുറ്റസമ്മതം ഒപ്പിട്ട് കൊടുത്തു. അവൻ എന്നെ തോൽപ്പിച്ചല്ലോ ചെറിയാൻ ചേട്ടാ. വല്ലാതെ തോൽപ്പിച്ചല്ലോ. എന്റെ കുറ്റസമ്മതം ഈ യൂണിഫോം അഴിച്ചു വെച്ച് ജയിലിന്റെ നട കയറാൻ തീരുമാനിച്ചിറങ്ങിയതാ ഞാൻ. പക്ഷെ അവൻ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറഞ്ഞത് മാറ്. എനിക്ക് വേണം അവനെ. പോലീസിന് കീഴടങ്ങിയ പ്രതിയാ. കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ കോടതിയുണ്ട്. കോടതി മിണ്ടി പോരുത്. അവന്റെ വിധി തീരുമാനിക്കപ്പെട്ടതാ. കൊണ്ടുപോകും ഞാൻ അവനെ. നടക്കില്ല. കേറങ്ങോട്ട്. ഞാൻ കൊന്നു അവനെ. പ്രായമായ ഒരു പെൺകുട്ടികൾക്കും ജീവിക്കാൻ വയ്യായിരുന്നു പുല്ലുരാങ്കുന്നില്. അവരെയൊക്കെ കൊന്നു വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ അതൊക്കെ ആത്മഹത്യകളാക്കി മാറ്റി. അതിന്റെ പേരിൽ ആരൊക്കെ വടക്കമല കയറിയെന്ന് നിനക്കറിയോ? ആരൊക്കെ മണ്ണ് വിട്ടുപോയിട്ടെന്ന് അറിയോ? അലക്സിയെ കൊന്നത് ഞാനാ. നിനക്കെന്നെ വേണോ? ദാ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ. 1000 താഴ്ത്ത് പൂട്ടിയാലും ഈ നാട് മുഴുവൻ ഇവന് കാവല് നിന്നാലും പുല്ലൂരാങ്കുന്നിൽ ഇവന്റെ ചോര വീണിരിക്കും. വീഴ്ത്തിയിരിക്കും ഈ സണ്ണി തോമസ്. അവനെ വിടാനാ പറഞ്ഞു. നോക്കിക്കോ, എന്റെ അലക്സിമോന്റെ ശവം വീർത്ത് പൊങ്ങി അതേ കടവിൽ ഇവന്റെ ശവം 100 കഷ്ണമായി പുഴുത്ത് വീർത്ത് പൊങ്ങും. എന്റെ കൃഷ്ണ, എന്റെ കുഞ്ഞ്.
അമ്മേ ദാ കുടിക്കേ. ഈശ്വര, എന്റെ കുട്ടി എന്തിനാ അവനിങ്ങനെ ചെയ്തത്? അവൻ ചെയ്യില്ല. അതിനൊന്നും കൈ ഉറയ്ക്കുന്നവനല്ലല്ലോ. എനിക്ക് എന്റെ കുട്ടിയെ ഒന്ന് കാണണം അതെ, ബന്ധവും സ്നേഹമൊക്കെ ശരി തന്നെ. കൊലക്കേസിലെ പെട്ടിരിക്കുന്നത് എന്ന് കരുതി വലിച്ചെറിയാൻ പറ്റുമോ? പെറ്റുപോറ്റിയതല്ലെങ്കിലും കുറഞ്ഞ കാലം കൊണ്ട് ജയനും അവനും രണ്ടും രണ്ടായി കാണാൻ പറ്റാണ്ടായിട്ടുണ്ട് എനിക്ക്. CC 320/2000 കേസിലെ പ്രതി ഉത്തമന് താഴെ പറയുന്ന വ്യവസ്ഥകളിന്മേൽ ഈ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കേസിന്റെ കാര്യത്തിനാണെങ്കിൽ നാളെ കോടതി വന്നാ മതി. ഞാനിന്ന് അല്പം തിരക്കില്ല. വേണ്ടപ്പെട്ട ചിലരൊക്കെ കൂടെ വന്നിട്ടുണ്ടേ. ചെറിയ സാറിന് ഓർമ്മയുണ്ടോ? പണ്ട് നമ്മുടെ സ്റ്റേഷനിലുണ്ടായിരുന്ന എയ്ഡ് വേലായൻ സാറിന്. അത് തന്നെ. ഈ സബ് ജയിലിൽ ചെന്ന നട്ടകിട്ടി പതുവ ആർക്കായാലും 2 എണ്ണം കിട്ടും. ഇപ്പൊ അവിടെ ഇരിക്കാൻ നിൽക്കുന്ന ആരാ? ഈ മീശ വേലായുധനാ. എന്നെ കണ്ട വഴിക്കൊരു ഒറ്റ വിളിയാ, ഉത്തമ നീ എന്നാ ജയിലിൽ കയറിയെന്ന്. ഞാൻ പറഞ്ഞ എന്റെ പൊന്ന് സാറേ, നാട് ഭരിച്ച പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, MLA മാര്, കോടീശ്വരന്മാര് വരെ കോടതിയും ജയിലായിട്ട് കയറി ഇറങ്ങണ ഈ കാലത്ത് ഞാൻ ഇതിന്റെ അകമൊക്കെ ഒന്ന് കണ്ടോട്ടെ, കാശ് കൊടുത്ത് ടിക്കറ്റ് എടുക്കണ്ടല്ലോ എന്ന് ഞാൻ. കൊള്ളാം, നല്ല മറുപടി. എന്താ സ്വാമി, വീട്ടിൽ വന്നിട്ട് കുടിക്കാൻ ചായയും കാപ്പിയൊന്നും ഇല്ലേ? ആകെയുള്ള വേലക്കാരൻ ലോട്ടറി പോലെയാ. വന്നാ കാണാം. വല്ല ചായയോ അടുക്കളയിലെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വാമി. ഓ, എങ്കിൽ ബാക്കി കാര്യം ഞാൻ ഇവിടെ കാപ്പി, ഇവിടെ ചായ. സ്വാമിക്ക് പിന്നെ വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ ജം ജം നല്ല കാച്ചി കാച്ചണ്ടേ. കണ്ണാ, മോനെ, എന്തോരം കണ്ണീര് കുടിച്ചു അമ്മ. സാരല്ല, കണ്ടല്ലോ നിന്നെ. ജയിലിൽ നിന്ന് ഇറങ്ങിക്കാണാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല. എനിക്കറിയാം, എവിടെ എനിക്ക് ഒരു ദോഷവും വരില്ല, ഒരാപത്തും വരില്ല. അമ്മയുടെ പ്രാർത്ഥന കാവലുണ്ടാവും. എത്ര ദിവസമായി എന്റെ കൈ കൊണ്ട് ഒരുപിടി ചോറുണ്ടിട്ട് എന്റെ കുട്ടി. വേണം, അത് ആശിച്ച് തന്നെയാ വന്നത്. അമ്മേ, ഇനി ഇവൻ എങ്ങും പോണില്ല. കേസ് വിളിക്കണവരെ ഇവിടെ തന്നെ കാണും. ഞാനും കുറച്ചു ദിവസം ലീവ് എടുക്കാൻ പോവാ. നീ പുറത്തേക്കൊന്നും പോണ്ട. അവൻ എവിടെ പോവാനാ? നോക്കിയാ കാണുന്നിടത്തും വിളിച്ചാ കേൾക്കുന്നിടത്തും ഉണ്ടാവണം എന്റെ കുട്ടി. കൈയും മുഖം കഴിയിട്ട് വാ, ചോറിന. ആ ദേവി, ഒരു മുറി ഒരുക്കിക്കോളൂ ഇവന്. അച്ഛൻ വിളിച്ചിരുന്നു. ജയേട്ടൻ അയാളെ സബ് ജയിലിൽ നിന്ന് ഇറക്കാനും ജാമ്യത്തിലെടുക്കാനും ഒക്കെ നടക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു അച്ഛൻ. സ്വന്തം കാര്യം, അതിലപ്പുറത്തേക്ക് ഒരു കാര്യവും മൂപ്പർക്കില്ല. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങളൊരു പോലീസ് ഓഫീസർ അല്ലേ? ഒരു കൊല ചെയ്ത് ജയിലും കോടതിയും കുഴപ്പങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ നമുക്കതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ, ഈയിടെയായിട്ട് ജയേട്ടന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. നമ്മുടെ കല്യാണ ദിവസം അന്ന് തുടങ്ങിയതായി നാശം പിടിച്ച പ്രശ്നങ്ങള്. മൂടിക്കെട്ടിയ മുഖമായിട്ടല്ലാതെ ജയേട്ടനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. കുറെ ലീവ് എടുത്ത് അവിടെ പോകും ഇവിടെ പോകുന്നൊക്കെ പറഞ്ഞിരുന്നതാ. ഒരുപാട് ആശിച്ചിരുന്നതാ. യാത്രകളും ആഘോഷങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ, നേരെ ചുവന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ നേരം കിട്ടിയിട്ടുണ്ട് ജയേട്ടന്. എല്ലാം കഴിഞ്ഞപ്പോ ദേ ത്യാഗം സഹിച്ച് ജയിലിൽ നിന്ന് ഇറക്കി കെട്ടിയെടുത്ത് വീട്ടിൽ താമസിപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു. സൽക്കരിക്കാനും കിടക്ക് വിരിക്കാനും ഇനി എനിക്ക് വയ്യ. അനുഭവിച്ചിടത്തോളം മതിയായി. ദേവി, ഇത്രയ്ക്ക് മനസാക്ഷി കെട്ടവളായി പോന്നു നീ. നമ്മളെയൊക്കെ അമ്മയും ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തി അമ്മയൊക്കെ ആയിട്ട് കാണുന്ന അവന്റെ മനസ്സ് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായിടത്തോളം മതി. നശിച്ചൊരു കൂട്ടുകെട്ട്. ഈ നശിച്ച നാട്ടിൽ വരരുതായിരുന്നു. ആ ക്രിമിനലിനൊന്നും കാണരുതായിരുന്നു, പരിചയപ്പെടണ്ടായിരുന്നു. നിർത്തടി. ക്രിമിനലോ?
ആരടി ക്രിമിനൽ? കൊന്നവൻ കൊലയാളിയാ. ക്രിമിനൽ തന്നെ അതിന് പറയാ. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഒന്നും അറിയാതെ പാവം നീ തെറ്റുകാരിയാവും. അറിയോ നിനക്ക് നീ ക്രിമിനലാന്ന് പറഞ്ഞത് ആരെയാന്ന്? എന്റെയും നിന്റെയും നമ്മുടെ കുടുംബത്തിന്റെയൊക്കെ ജീവിതം ഇന്ന് നിലനിൽക്കുന്നത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഈശ്വര തുല്യമായൊരു മനസ്സ് അവനുള്ളതുകൊണ്ടാ. നിന്റെ കഴുത്തി കിടക്കുന്ന താലി അവന്റെ ത്യാഗമാ. സ്വന്തം ജീവിതം പണയം വെച്ചുകൊണ്ടുള്ള സ്നേഹം. കൊന്നവൻ കൊലയാളിയാണെങ്കിൽ, ക്രിമിനലാണെങ്കിൽ, ആ ക്രിമിനൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാ. അമ്മേ, ഞാനാ അമ്മേ. എന്റെ കണ്ണ്. ഈ വീട്ടിലുള്ളവരെക്കാൾ അവനെ കൊല്ലാൻ കത്തിയും വാളുമായിട്ട് നടക്കുന്നവരാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ടാവും എന്റെ കുട്ടിക്ക്. വിളമ്പി വെച്ച എന്റെ മുമ്പിന്ന് അവൻ ഇറങ്ങിപ്പോയി. എന്റെ ഉത്തമേട്ടൻ ഒരാളെ കൊല്ലുക, വടക്കമല കയറുക. എന്റെ ഈശ്വര, ഒക്കെ ഒരു ദുസ്വപ്നായിരിക്കുമല്ലോ ഉത്തമേട്ട. ഞെട്ടി ഉണർന്ന് നോക്കുമ്പോ ഒക്കെ വെറുതെ ആയിരുന്നു എന്ന് അറിയണ ഒരു ദുസ്വപ്നം. ശരിയാ, ഒരു ദുസ്വപ്നം ഇതൊക്കെ. പക്ഷേ ഒന്നെന്റെ ഗൗരി ഉറപ്പിക്കണം, ഇനി കുറച്ചു കാലം ഈ ദുസ്വപ്നത്തിന്റെ തുടർച്ചയുണ്ടാവും നമ്മുടെ ജീവിതത്തില്. ഒന്നും സംഭവിക്കില്ല. ജീവൻ തന്നിട്ടായാലും എന്നെ രക്ഷിക്കാൻ ആ മനുഷ്യനുണ്ട്, ജയേട്ടൻ. പിന്നെ സർവ്വദൈവങ്ങളോട് ഉരുകി ഉരുകി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സില്ല എന്റെ ഗൗരിക്ക്. അതെന്നെ കാത്തോളും. വിടില്ലടാ നിന്നെ ഞാൻ. സണ്ണിച്ചായന്റെ മുമ്പിൽ നിന്നെ ഞാൻ എത്തിക്കും, ജീവനോടെ അല്ലെങ്കിൽ കൊന്നിട്ട്. ഒരിക്കൽ കൊന്നവന് പിന്നെ എത്ര കൊന്നാലും ഒരുപോലെ. വേണ്ട, എനിക്ക് ജീവിക്കണം.
വരരുത്, എന്റെ അടുത്ത് വരരുത്. കൊല്ലും, എല്ലാത്തിനെയും കൊന്നുകളയാൻ. ഇത് ഞാനാ, നിന്റെ കൊച്ചൻ തോണിച്ചേട്ടൻ. അല്ല, ചതിക്കാനാ. എന്നെ ചതിച്ച് കൊല്ലാൻ എന്റെ അടുത്ത് വരരുത്. കൊന്നുകളയും ഞാൻ. ഒക്കെ കൈവിട്ടു പോയിടത്താ ഞാനിപ്പോ നിൽക്കണത്. എന്റെ ഗൗരി ഇല്ലായിരുന്നെങ്കിലും പിന്നീട് ദൈവം എനിക്ക് കൊണ്ടു തന്ന എന്റെ അമ്മ, എന്റെ ഏട്ടൻ ഒക്കെ ഒക്കെ നഷ്ടപ്പെട്ടു പോയിടത്താ ഞാനിപ്പോ നിൽക്കണത്. കൊല്ലും, എല്ലാത്തിനും കൊന്നുകളയും ഞാൻ. അലക്സിയെ കൊന്ന പോലെ കൊല്ലും, കൊന്നുകളയും, കൊല്ലുക, എല്ലാത്തിനും കൊല്ലും. സണ്ണി തോമസ്. എവിടെയവൻ? എവിടെയവൻ? പറയടി. ഉത്തമൻ എവിടെയടി? പറയാ. എവിടെയാടി അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറയടി. പറയടി. എവിടെയാ? എവിടെ ദത്തുപുത്രൻ? എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് അവനെ വേണം. പറ. അവനാരെ കൊന്നിട്ടില്ല, അവനാരെ കൊന്നിട്ടില്ല, കൊന്നിട്ടില്ല. വയസ്സുകാലത്ത് കള്ളം പറഞ്ഞ് എന്റെ കൈ കൊണ്ടല്ലേ ചാവണോ തള്ളേ? അവനെ രക്ഷിക്കാൻ ശ്രമിച്ച നിന്റെ കെട്ടിയോനുണ്ടല്ലോ, നഷ്ടമാവും നിനക്ക്. മനസ്സിലായോടി? ഈ താലിച്ചരട് നീ അഴിച്ചു പറിച്ച് കളയേണ്ടി വരും. പറഞ്ഞേക്കവനോട്. ചോര കണ്ട് മടുത്തവനെ സണ്ണിയ. പുലിമുറ്റത്തെ കൊച്ചച്ചൻ, ചെറിയാങ്കൊച്ചൻ. ഉത്തമനെ നാളെ താനും തന്റെ എസ്ഐയും കോടതിയിൽ ഹാജരാക്കില്ല. സണ്ണിയുടെ ഒരു വിരലിൽ ആയുസ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവനുള്ള ശിക്ഷ ഈ കൈകൊണ്ടാ. സകല ദൈവങ്ങളോടും പ്രാർത്ഥിക്കാം, ഈ ഒരു പകലും രാത്രിയും കൂടെ ആ ചെറുക്കൻ ഈ ചെകുത്താന്റെ കയ്യിൽ പെടാതിരുന്നാ മതി. ഇരുട്ടത്തായി ഇല്ലേ? അതങ്ങനെയാ ജീവിതത്തിന്റെ ഒരു കളി. മനസ്സിൽ ആശകൾ കുത്തി നിറയ്ക്കും, അത് വെളിച്ചമായി മുന്നോട്ട് മുന്നോട്ട് നടത്തും. ഒടുവില് കൊടുങ്കാറ്റത്താ കൊണ്ട് നിർത്തുക. വിളക്കണയ്ക്കും, ഇരുട്ടത്താക്കും. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുട്ടത്ത്. ഞാൻ ഒറ്റയ്ക്കല്ല തുണച്ചേട്ടാ. നാളെ കോടതിയിൽ കേസിന് വിളിക്കുമ്പോ വാദിക്കാൻ നല്ല ഒന്നാന്തരം വക്കീല്, എല്ലാം നോക്കി നടത്താൻ കൂടപ്പിറപ്പിനെ പോലെ ഏട്ടൻ, പ്രാർത്ഥിക്കാൻ എൻ്റെ ഗൗരി, എൻ്റെ അമ്മ, പിന്നെ നിങ്ങളൊക്കെ ഇല്ലേ. ഞാൻ ഒറ്റയ്ക്കല്ല. ആ, പുലരുവോളം നടക്കാനുള്ള വഴിയുണ്ട് പുല്ലൂരങ്കുന്നിലേക്ക്. കൂട്ടിന് ഇവരുണ്ടാവും. അറിയാലോ, പക വെച്ചാ വക വരുത്തിയേ സണ്ണി അടങ്ങൂ. എസ് ഐ ജയൻ സാറും ചെറിയാൻ കുഞ്ഞും കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലം വരെ ഒരു പോറലും ഏൽപ്പിക്കാതെ ഇവർ കൊണ്ടെത്തിച്ചോളും. നന്ദി പറയാനും പകരം തരാനും ഒന്നും എനിക്ക് ഒന്നും വേണ്ട. കേടൊന്നും കൂടാതെ നീ ഉണ്ടായിരുന്നാ മതി. ചെല്ലേ കുഞ്ഞേ, ഇനി ഒരിക്കലും നീ വടക്കം മല കയറരുത്. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. ചെല്ലേ എന്റെ കർത്താവേ. കോടതി കയറുമ്പോ ഈ പ്രസാദം അവന്റെ നെറ്റിയിലുണ്ടാവണം. നീ തൊടിയിച്ചു കൊടുക്കണം. എന്റെ കൺമുമ്പിൽ ഇല്ലല്ലോ അവൻ. അവന് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രം അമ്മയ്ക്ക് പണിയെന്ന് പറഞ്ഞേക്കണം എന്റെ കുട്ടിയോട്. വക്കീലിന് നല്ല ആത്മവിശ്വാസമുണ്ട്. എന്റെ മനസ്സും പറയുന്നു നിയമത്തിന്റെ പരമാവധി ആനുകൂല്യം അവന് കിട്ടും. ഇവിടെ നിന്ന് മാറി കുറച്ച് ദൂരെ എവിടെയെങ്കിലും നല്ലൊരു ജോലി അവനെ ഏർപ്പാടാക്കണം. അവിടെ
താമസിക്കാൻ ഒരു വീടും കൂടെ അവന്റെ ഗൗരി. എവിടെയാടി അവൻ? എവിടെ അവൻ? പറയടി. എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? പറയടി. നീ പറയില്ല അല്ലേ? പറ, എനിക്കവനെ വേണം. മാറ് സണ്ണി, വേണ്ട സണ്ണി, അവളെ വിട്. എനിക്കവനെ വേണം, ഉത്തമനെ. ഇവിടെയാണ് അവന്റെ കോടതി, ഇവിടെ നിന്നാണ് അവന്റെ വിധി. അതുവരെ ഇവിടെ ആരും കൊണ്ടുപോയില്ല. എന്റെ അലക്സ് മോനെ കൊന്നവനെ എനിക്ക് വേണം. എങ്കിൽ അവളെ വിട്ടേക്ക്. ഉത്തമനെയല്ല, എന്നെയാണ് നിനക്ക് വേണ്ടത്. അലക്സിനെ കൊന്ന ഞാന്. എന്റെ ഈ കൈ കൊണ്ട് അലക്സി മരിച്ചത്.
വേണ്ട 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 അവനുള്ളതാ. ജീവിക്കണം, നമുക്ക് ജീവിക്കണം. എന്നെ വിട. ഉത്തമ ഇത്രയും കാലം കാത്തിരുന്നില്ല അമ്മയുടെ കുട്ടി. ഇന്നൊരു രാത്രിയും കൂടെ അല്ലേ ഉള്ളൂ. ഉറങ്ങിക്കോ. ഈ കഴിഞ്ഞ കാലമൊക്കെ പോയതുപോലല്ല. ഈ രാത്രി എന്തോ തീരാത്ത പോലെ. പതിനേഴിനഴകായി മാറി പവിഴനിലാവിൽ മുങ്ങി പ്രേമവസന്തം. നിന്മേനി എന്റെ നെഞ്ചിലൂർന്നു, നിന്മേനി വാഗപൂത്തുലഞ്ഞു. തുമ്പു കെട്ടിയ മുടിയഴകിൽ വീണലിഞ്ഞു പോയി നിത്യസൗരഭം. പതിനേഴിനഴകായി മാറി